ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനെങ്കിലും അറിഞ്ഞിരിക്കണം. ലെൻസസ് എന്നുള്ള ചാപ്റ്റേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായാലും അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇമേജ് എവിടെ ഫോം ചെയ്യുക. ഇമേജ് ഈസ് ഫോംഡ് ഇൻ റൈറ്റ് സൈഡ് ആണ് അല്ലേ. റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ റേ ഡയഗ്രാം വരണം. റേ ഡയഗ്രാമിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോക്കൽ ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് തന്നിട്ടുണ്ട്. +20 ആണോ -20 ആണോ? റൈറ്റ് സൈഡിൽ റിയൽ ആയിട്ടുള്ള ഇമേജുകൾ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് 20 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അപ്പോൾ നമുക്ക് HO എന്ന് മാർക്ക് ചെയ്യാം. HO എത്ര സെന്റിമീറ്ററാ? 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്റർ ഫ്രം ഇറ്റ്സ് ഒപ്റ്റിക്കൽ സെന്റർ. ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നും 60 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? യുവിന്റെ വാല്യൂ നമുക്ക് -60 എന്ന് പറയാൻ പറ്റും. കാരണം നെഗറ്റീവ് വരാൻ കാരണം നമുക്കറിയാം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കേസിലും ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ യു വാല്യൂ നെഗറ്റീവ് ആണ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് പോസിറ്റീവ് ആണ്. എല്ലാ കേസിലും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും പോസിറ്റീവ് ആണ്. കാരണം അത് മുകളിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അത് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് തന്നെ അടിയിൽ കമന്റ് ചെയ്യുക. ഓക്കെ, FI HOI UI നമ്മളോട് എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജാണ് കാണേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ പറഞ്ഞത്? HI നമുക്ക് കാണണം. ഓക്കെ, HI കാണണം. B8 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണണം? V കാണണം. ഓക്കെ, V കാണണം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്തെല്ലാം കാണണം? അതെ, വിയും എന്നും കണ്ടാൽ മതി. നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പോൾ കിട്ടും. വിയും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. HIയും വിയും തന്നു കഴിഞ്ഞാൽ കിട്ടിയാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് കിടക്കാം. നമുക്ക് ഫസ്റ്റ് എന്താണ് കാണേണ്ടത്? നമുക്ക് HI ആണ് കാണേണ്ടത്. HI കാണണം. ഓക്കെ, നമുക്ക് എന്താ അറിയാം? M മാഗ്നിഫിക്കേഷൻ HI/HO ആണെന്ന് അറിയാം അല്ലേ. പക്ഷെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് HI കാണാൻ പറ്റുമോ? ഇല്ല, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്തറിയാം? വിച്ച് ഈസ് ഈക്വൽ ടു V/U ആണെന്ന് അറിയാം അല്ലേ. M HI/HO ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു V/U ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഏതെല്ലാം തന്നിട്ടുണ്ട്? ഇതിൽ HI നമുക്കറിയോ? HI നമുക്ക് അറിയത്തില്ല. HI നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇതിൽ നമുക്ക് HO അറിയോ? HO നമുക്കറിയോ? HO നമുക്ക് അറിയാം. HO നമുക്കറിയാം. V അറിയോ? V നമുക്ക് അറിയത്തില്ല. U അറിയോ? U അറിയാം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി അല്ല. ഇതിൽ നമുക്ക് ഏതെല്ലാം ടേംസ് കാണണം? V കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് V കണ്ടുപിടിക്കാം. ആദ്യം V കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു ഫോർമുല അറിയാം. 1/F ഈസ് ഈക്വൽ ടു 1/V -1/U. ഓക്കെ, ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അങ്ങനെ ഏതെല്ലാം ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം F നമുക്കറിയാം, V നമുക്ക് എന്താ അറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കാം. U നമുക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വേഷനിൽ കൊടുക്കുകയാണ് കേട്ടോ. 1/F ഈസ് ഈക്വൽ ടു 1/V നമുക്കറിയത്തില്ല. ഞാൻ Fന് പകരം ഞാൻ എന്ത് കൊടുക്കുക? ഞാൻ 20 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. +20 ആയതുകൊണ്ട് സൈൻ ഒന്നും ചേഞ്ച് ആക്കണ്ട. 1/20 ഈസ് ഈക്വൽ ടു 1/V -1/U എന്താ? 1/U. അതിന് പകരം -60 എന്ന് കൊടുക്കാം. ഓക്കെ, -60 ആണ്, -60 എന്ന് കൊടുത്തു. ഈ രണ്ട് മൈനസും നെഗറ്റീവ് എടുത്തെടുത്ത് ഞങ്ങൾ ക്യാൻസൽ ആവും. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഞാൻ എന്താക്കി പ്ലസ് എന്ന് സൈൻ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് 1/V ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1/V ഈസ് ഈക്വൽ ടു ഈ 1/16 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം? 1/20 -1/60 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. സബ്സ്ട്രാക്ട് നിങ്ങൾക്ക് അറിയില്ലേ?
ഇതും ഇതും ചെയ്തിട്ട് ഇത് ചെയ്യുന്നു. ഇപ്പോൾ 1 into 60, 60 minus 20 divided by ഓക്കെ 1200 വന്നു. ഓക്കെ, ഇനി ഞാൻ ഇതിനെന്ത് ചെയ്യാണ്? ഓക്കെ, ഇനി അടുത്ത് എന്താണ്? സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 40 divided by 1200 വന്നു. ഈ സീറോ ക്യാൻസലായി. 4/120 എന്താ? 4/120 എന്താ? 4/120 120 എത്ര 4 ഉണ്ട്? 30 ആണ്. 30 ആണ് ആൻസർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/30 ആൻസർ കിട്ടി. നമുക്ക് അങ്ങനെ എഴുതാം, 1/v is equal to 1/30 എന്ന് എഴുതി. v is equal to 30 എന്ന് എഴുതാം. നമുക്ക് ഇത് റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v യുടെ വാല്യൂ 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് v യുടെ വാല്യൂ 30 എന്ന് കിട്ടി. v ന്റെ വാല്യൂ 30 കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? നമുക്ക് hi കാണണം. ഓക്കെ, നമുക്ക് hi കാണാം. ഞാനിത് മായ്ക്കാണ്. നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാനിത് മായ്ക്കാൻ കേട്ടോ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണം ഈ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് v യുടെ വാല്യൂ കിട്ടി. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? അടുത്തത് എനിക്ക് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാം. hi/ho is equal to v/u ആണ്. ഇതിൽ നമുക്ക് v അറിയത്തില്ലേ? v നമുക്കറിയാം, u നമുക്കറിയാം, hi നമുക്ക് കാണണം, ho നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. hi/ho എന്താ? 3 is equal to v എത്ര? 30 നമുക്കിപ്പോ കിട്ടി. ബൈ u എത്ര? -60. ഓക്കെ, ഇനി നമുക്ക് hi is equal to ഇക്വേഷൻ ഉണ്ടാക്കണം. അതെല്ലാം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പം -60 into hi is equal to 90 വരും. ഓക്കെ, ഞാൻ ഈ 3 into ഇത് ചെയ്തു കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, എനിക്ക് എങ്ങനെ പറയാം? hi is equal to 90 divided by -60 എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ, ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 0 ക്യാൻസൽ ആക്കി 9/-6 എന്ന് എഴുതാം. ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് 3/2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hi is equal to 3/2, അതല്ലെങ്കിൽ -1.5 ആണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? -1.5 എന്ന് കൊടുക്കാം. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടില്ലേ? കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നാച്ചുറിനെ പറ്റിയിട്ട് പറയാം. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി നമുക്ക് നാച്ചുറിനെ പറ്റി പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് പറയാം? ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കണ്ടോ? 3 cm ആണ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഉള്ളത്. പക്ഷേ ഹൈറ്റ് ഓഫ് ഇമേജ് എന്താണ്? 1.5 ആണ്, ചെറുതായിക്കാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഇമേജ് ഫസ്റ്റ് ഡിമിനിഷ്ഡ് ആണെന്ന് പറയാം. ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണെന്ന് പറയാം. ഓക്കെ, കാരണം ഹൈറ്റ് ഓഫ് ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അതേപോലെ തന്നെ hi-യുടെ വാല്യൂ നെഗറ്റീവ് ആണ് കിട്ടിയത്. നെഗറ്റീവ് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് എന്ത് ഇമേജ് ആണ്? ഇത് ഇൻവേർട്ടർ ആയിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, ഇൻവേർട്ടഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാം വിയുടെ വാല്യൂ ഇമേജ് ഫോം ചെയ്ത് റൈറ്റ് സൈഡിലാണ്, കാരണം ഈ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു റിയൽ ഇമേജ് ആണെന്ന് പറയാൻ പറ്റും. റിയൽ ഇമേജ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ റിയൽ ആണ്, ഇൻവേർട്ടർ ആണ്, ഡിമിനിഷ്ഡ് ആണ്, സൈസ് സ്മോളർ ആണ്, ഇൻവേർട്ടർ ആണ്, നാച്ചുറൽ റിയൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാലും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാലും വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം.